നിങ്ങൾ എല്ലാ ദിവസവും കാലത്ത് നേരത്തെ ഉണർന്ന് ഒരു പട്ടാളക്കാരന്റെ ജീവിതത്തിലുള്ള അതേ ചിട്ടയോടെ ഭയത്തെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്ന ഡിസിപ്ലിൻഡായ ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാവുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളും ഇത്തരത്തിലുള്ള ഒരാളായി മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഐ വിൽ ബിക്കം ഡിസിപ്ലിൻഡ് എന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ മിലിറ്ററി ഓഫീസിനെ പോലുള്ള ഡിസിപ്ലിൻ ഉണ്ടാക്കാനായി നിങ്ങൾ പട്ടാളത്തിൽ ചേരണമെന്നില്ല. അല്ലാതെ തന്നെ മിലിറ്ററി മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാൻ കഴിയും എന്നാണ് ജോക്കോ വില്ലിംഗ് തൻ്റെ ഡിസിപ്ലിൻ ഈസ് ഫ്രീഡം എന്ന ബുക്കിലൂടെ പറയുന്നത്. ഇതേ ബുക്കിൽ നിന്നുള്ള അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുവഴി നിങ്ങൾക്കും ഡിസിപ്ലിൻഡായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും. ജോക്കോ വില്ലിംഗ് 20 വർഷത്തോളം നാവി സീലിന്റെ ഭാഗമായിരുന്നു. ഒരുപാട് വലിയ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് അനുഭവ പാഠമുള്ള ഇദ്ദേഹം കോർപ്പറേറ്റ് സിഇഒസിനെ പരിശീലനം നൽകുന്നുണ്ട്. ഡിസിപ്ലിൻഡായ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അതിനെപ്പറ്റി ഏറ്റവും മികച്ച ഉദാഹരണമാണ് അദ്ദേഹം. തൻ്റെ മിലിറ്ററി എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ഈ ബുക്കിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതിൽ ആദ്യമായി പറയുന്ന കാര്യം ഡിസിപ്ലിൻ അല്ലെങ്കിൽ ചിട്ടയായ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. ഏതൊരു മേഖലയിലും ശോഭിക്കാനായി നിങ്ങൾക്ക് ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. വിദ്യാഭ്യാസം, ജോലി തുടങ്ങി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വരെ ആത്മനിയന്ത്രണവും ആത്മസമർപ്പണവും വേണം. ഇവ രണ്ടും ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. നിങ്ങളെ നിങ്ങളുടെ തന്നെ ഏറ്റവും മികച്ച വേർഷനാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഡിസിപ്ലിൻ. ഒരു പട്ടാളക്കാരന് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ പിന്നെ അയാളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. ഡിസിപ്ലിൻ ഇല്ലാത്തൊരു വ്യക്തി മതി ഒരു ടീം മുഴുവൻ തോറ്റുപോവാൻ. ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും വിജയം നേടാൻ ഡിസിപ്ലിൻ കൂടിയേ തീരും. ജീവിതത്തിൽ തോറ്റുപോകുന്ന കുറേ ആളുകൾ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരാണ്. ഒരുപാട് കഴിവുള്ള ചില ആളുകൾ എങ്ങും എത്താതെ പരാജയപ്പെട്ടു പോകുന്നത് കുറേയൊക്കെ ഡിസിപ്ലിൻ അല്ലാത്തത് കൊണ്ടാണ്. അതിന് ഭാഗ്യത്തെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഡിസിപ്ലിൻ ഈസ് ഫ്രീഡം എന്ന ബുക്കിൽ രചയിതാവ് പറയുന്നത് ജീവിതത്തിൽ ശരിയായ സ്വാതന്ത്ര്യം നേടാൻ ഡിസിപ്ലിൻ വേണമെന്നാണ്. ഒരാൾക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തത് അവർക്ക് അത് ഉണ്ടാക്കിയെടുക്കണം എന്ന ഉറച്ച തീരുമാനമെടുക്കാൻ ആവാത്തത് കൊണ്ടാണ് എന്ന് ജോക്കോ വില്ലിംഗ് പറയുന്നു. ഒരാളുടെ മേൽ സ്കൂളിൽ വെച്ചോ വീട്ടിൽ വെച്ചോ അടിച്ചേൽപ്പിക്കുന്ന ഡിസിപ്ലിൻ അധികകാലം നിലനിൽക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വേണമെന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്വയം ഉണ്ടാവണം. എന്നാലേ ഇത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാവുകയുള്ളൂ. ഇതാണ് സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിനുള്ള ഒരു വ്യക്തി ഏതൊരു സാഹചര്യത്തിലും ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യും. കാലത്ത് ഉണരാൻ തോന്നുന്നില്ല എങ്കിലും അവർ ഉറങ്ങില്ല. അവർക്ക് വ്യായാമം ചെയ്യാൻ മൂടില്ല എങ്കിലും അവർ അത് ചെയ്തിരിക്കും. പഠിക്കാൻ അലസതയുണ്ടെങ്കിലും അവർ പഠിച്ചു കഴിയാതെ കസേരയിൽ നിന്നും എഴുന്നേൽക്കില്ല. ഇത്തരമൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. മിലിറ്ററി ട്രെയിനിങ് സമയത്ത് എത്ര കഠിനമായ ടാസ്കും ചെയ്തു തീർക്കാനാണ് കേഡറ്റ്സിനെ പരിശീലിപ്പിക്കുന്നത്. അതിന് കഴിയില്ലെങ്കിൽ അവരെ വീട്ടിലേക്ക് പറഞ്ഞുവിടും. അതുകൊണ്ട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങളെ പഠിപ്പിക്കും. രണ്ടാമത്തെ കാര്യം സെൽഫ് ക്വസ്റ്റ്യനിങ് ആണ്. ഡിസിപ്ലിനുള്ള ഒരാൾക്ക് ഒരിക്കലും അമിത ആത്മവിശ്വാസവും അഹങ്കാരവും ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും നിങ്ങളുടെ തന്നെ തീരുമാനങ്ങൾ ശരിയാണോ എന്ന് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തി മെച്ചപ്പെട്ട തീരുമാനമെടുക്കാൻ പറ്റുന്നത്. ഈഗോ ഉള്ള ഒരു കമാൻഡർ തെറ്റായ ഒരു തീരുമാനമെടുത്താൽ ഒരു ആർമി ടീമിൻ്റെ മുഴുവൻ ജീവൻ അപകടത്തിലാവും. അതുപോലെ തന്നെ ജീവിതത്തിലും തെറ്റായ തീരുമാനങ്ങൾ നിങ്ങളെ അപകടത്തിലാക്കും. അതുകൊണ്ട് സ്വയം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. നല്ലപോലെ ചിന്തിച്ച് ഓരോ കാര്യവും ചെയ്യുക. വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ യുക്തിപരമായി ആലോചിച്ച് പ്രായോഗികമായി കാര്യങ്ങളെ സമീപിക്കുക. ദേഷ്യം, സങ്കടം, സന്തോഷം എന്നിങ്ങനെ നിങ്ങളുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവും ഡിസിപ്ലിൻഡ് ആവാനായി അത്യാവശ്യമായ ഒന്നാണ്. ലേസിനെസ്. ഡിസിപ്ലിൻ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് മടി അല്ലെങ്കിൽ അലസത. ഏതൊരു ബുദ്ധിമുട്ടി പിടിച്ച കാര്യം ചെയ്യും മുമ്പ് മടി തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ ജീവിതം എങ്ങും എത്താതെ പോകും. അതുകൊണ്ട് എത്ര തന്നെ മടി തോന്നിയാലും അതിനെ മാറ്റിവെച്ച് പ്രവർത്തിക്കുക തന്നെ വേണം. ഫിയർ ഓഫ് ഫെയിലിയർ. തോറ്റുപോവും എന്ന പേടി കൊണ്ട് പിറകോട്ട് മാറുന്ന ശീലം ചിലർക്കെങ്കിലുമുണ്ട്. പരിശ്രമിച്ച് പരാജയപ്പെടുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നതിലും എത്രയോ ഭേദമാണ്. അതുകൊണ്ട് തോറ്റുപോവും എന്ന ഭയം കൂടുതൽ അധ്വാനിക്കാനുള്ള പ്രചോദനമായി മാറ്റുക. ഇതിലും കൂടുതൽ ഭയക്കേണ്ട കാര്യം ഒന്നും ചെയ്യാതിരുന്നു കൊണ്ട് സ്വപ്നങ്ങളൊന്നും നേടാനാവാതെ നിസ്സഹായതയോടെ നോക്കി നിൽക്കലാണ് എന്നാണ് രചയിതാവ് പറയുന്നത്. പക്ഷേ ഡിസിപ്ലിൻഡായി കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദവും ടെൻഷനും ഒക്കെ തോന്നും. ഈ സമയത്ത് യു ഹാവ് ടു ഫൈറ്റ് എന്നാണ് ജോക്കോ പറയുന്നത്. ഇത് ശാരീരികമായ ഫൈറ്റ് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ വരുതിയിലാക്കാനുള്ള പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങൾ നേടിയെടുക്കണം. അതിന് ആരോഗ്യമുള്ള ശരീരവും മനസ്സും ആവശ്യമാണ്. ജസ്റ്റ് ഗോ, ഡോണ്ട് വെയിറ്റ് എനിമോർ. ഒരു കാര്യവും ചെയ്യാനായി പിന്നത്തേക്ക് മാറ്റിവെക്കരുത്.
പറ്റിയ സമയം വരട്ടെ എന്ന് കരുതി ഇരിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തുടങ്ങി വെക്കുക. എല്ലാ ജോലിയും ചെയ്തു തുടങ്ങാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷേ ചെയ്തു തുടങ്ങിയാൽ പിന്നെ അത് കൂടുതൽ എളുപ്പമാവും. ഇതുതന്നെയാണ് ഡിസിപ്ലിൻ ഉണ്ടാക്കുന്ന കാര്യത്തിലും സംഭവിക്കുന്നത്. ഡോണ്ട് ഹെസിറ്റേറ്റ്, ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ചില ആളുകൾ ആദ്യത്തെ ദിവസം വളരെ ചിട്ടയോടെ ജോലികളെല്ലാം ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് മടിയായി തുടങ്ങും. അതുകൊണ്ട് ഡിസിപ്ലിൻഡായി ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി തോന്നും. ഡിഫറൻസ് ബിറ്റ്വീൻ മോട്ടിവേഷൻ ആൻഡ് ഡിസിപ്ലിൻ. മോട്ടിവേഷനും ഡിസിപ്ലിനും ഒന്നല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തുടക്കത്തിൽ ഒരു പക്ഷേ മോട്ടിവേഷൻ കൊണ്ട് മാത്രം നിങ്ങൾ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അത് കഴിഞ്ഞ് ഈ മോട്ടിവേഷൻ കുറഞ്ഞു വരും. മോട്ടിവേഷൻ അഥവാ പ്രചോദനം ഇല്ലാത്ത ദിവസങ്ങളിലും കൃത്യമായി എല്ലാം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഡിസിപ്ലിൻ. മോട്ടിവേഷൻ ഇടയ്ക്ക് മാത്രം തോന്നുന്ന ഒന്നാണ്, പക്ഷെ ഡിസിപ്ലിൻ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒന്നാണ്. ഡിസിപ്ലിൻ എന്നത് ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ജീവിതചര്യയാണ്. ഇനി ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില ടിപ്സും രചയിതാവ് നൽകുന്നുണ്ട്. നമ്പർ 1, വേക്കപ്പ് ഏർലി. കാലത്ത് നേരത്തെ ഉണരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും. അതുകൊണ്ട് സമയമില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ പറ്റില്ല. സമയം നല്ലപോലെ വിനിയോഗിക്കുക എന്നത് ഡിസിപ്ലിൻഡായി മാറാൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് രാവിലെ നേരത്തെ ഉണർന്ന് അന്നത്തെ ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കുക. നമ്പർ 2, എക്സസൈസ്. രണ്ടാമത്തെ ടിപ്പ് ദിവസവും മുടങ്ങാതെ വ്യായാമം ചെയ്യുക എന്നതാണ്. എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ മാത്രമല്ല, നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ ആക്റ്റീവാക്കി ബുദ്ധിശക്തി കൂട്ടാനും സഹായിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്പർ 3, അവോയ്ഡ് ഷുഗർ. മൂന്നാമത്തെ ടിപ്പ് പഞ്ചസാരയും മധുരപലഹാരങ്ങളും പാനീയങ്ങളുമൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ്. ഷുഗർ എന്നത് ലഹരി പോലെ നമ്മളെ അടിമപ്പെടുത്തുന്ന, നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് രചയിതാവ് പറയുന്നത്. അതുകൊണ്ട് ഷുഗർ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആസക്തികൾക്ക് മേൽ നിയന്ത്രണം നേടാനും അങ്ങനെ ഡിസിപ്ലിൻ നേടാനും സഹായിക്കും. നമ്പർ 4, ഫാസ്റ്റിംഗ്. നാലാമത്തെ ടിപ്പ് ഇടയ്ക്കൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുക എന്നതാണ്. ഫാസ്റ്റിംഗ് നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും. ശരീരത്തിലെ ടോക്സിൻസ് നീക്കം ചെയ്യാനും ബോഡി റിപ്പയർ ചെയ്യാനും ഫാസ്റ്റിംഗ് നല്ലതാണ്. കൂടാതെ ഇത് മെൻ്റൽ കൺട്രോൾ കൂട്ടാനും അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചിട്ടയായ ജീവിത രീതി ശീലമാക്കാൻ കഴിയും.